ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മളിത് റാഗിപ്പൊടിയും അതുപോലെ തന്നെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. റാഗിയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ വളരെയേറെ ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കലുണ്ട് റാഗിപ്പൊടി വെച്ചിട്ടൊക്കെ. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൽ നേന്ത്രപ്പഴം കൂടി ചേർക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 അച്ച് ശർക്കര പാകമാണ് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ ശർക്കരയിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇപ്പോൾ അതാ ശർക്കരയൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ 2 നേന്ത്രപ്പഴമാണ്. അപ്പോൾ ചെറിയ നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വലുതൊക്കെ ആണെങ്കിൽ 1 മതി. അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക. അപ്പോഴേ നല്ല രീതിയിൽ മധുരം അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടും ചെയ്യുള്ളൂ. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. പരമാവധി ചെറുതാക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴേ പെട്ടെന്ന് ഇത് കുക്കായിട്ട് കിട്ടുള്ളൂ. നല്ല പഴുത്ത് കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പലഹാരം ഉണ്ടാക്കാൻ എടുക്കാം കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ നല്ല ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതോടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഒരു 2-3 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നെയ്യില്ലെങ്കിൽ ഓയിൽ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ അതാ നെയ്യൊക്കെ 2-3 ടീസ്പൂണോളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു റാഗിപ്പൊടിയിൽ നമ്മൾ പഴം കൂടി ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ഇപ്പോൾ അതാ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് ചെയ്തെടുക്കാൻ. ഇനി പഴം വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പഴം പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഞാനിത് 2 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റോളം ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3/4 ഭാഗത്തോളമൊക്കെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആയിട്ട് കിട്ടും. ഇപ്പോൾ അതാ കുറച്ചൊക്കെ പഴമൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 3/4 ഭാഗം ആയി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 കപ്പോളം തേങ്ങ ചിരവിയതാണ് കേട്ടോ. തേങ്ങ ചിരവിയത് 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ തേങ്ങൻ്റെ ആ ഒരു വെള്ളപ്പറ്റ് മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഏകദേശം ഒരു 1-2 മിനിറ്റോളൊക്കെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇളക്കി കൊടുക്കണം. അപ്പോഴേ ഇത് നല്ല രീതിയിലൊന്ന് സെറ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ തേങ്ങയൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അരിച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ ശർക്കരയിലുള്ള അഴുക്കൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. ഇനി ശർക്കരയിൽ അഴുക്കൊന്നും ഇല്ലെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി മുഴുവനായിട്ട് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാനി ചേർത്തിട്ട് ഇപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഉപ്പിൻ്റെ ഒരു അംശം ഒരു ശർക്കരയിലുള്ളത് കാരണം കേട്ടോ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പോളം റാഗിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. റാഗിപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
നമ്മളിതിലേക്ക് 3/4 കപ്പ് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റ് അളവാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ പൊടിയിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരുപാട് സമയം വെച്ചിട്ട് നമ്മളിത് വറ്റിച്ചെടുക്കേണ്ടി വരും കേട്ടോ. ഈ ഒരു റാഗിപ്പൊടി അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് കുക്കായിട്ട് കിട്ടണം കേട്ടോ. ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും പെട്ടെന്നായി കിട്ടും. ഇപ്പോൾ അതാ ചെറുതായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 3 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴേക്കും നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതാ ശർക്കരപ്പാനിയൊക്കെ വറ്റി നമ്മുടെ റാഗിപ്പൊടിയൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വേണ്ട കിട്ടാൻ ഇപ്പോൾ അതാ പാനിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നട്ട്സൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് ഇടയിലൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ അതാ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ റാഗിൻ്റെ ആ ഒരു മിക്സൊക്കെ നല്ല രീതിയിലൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പലഹാരം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ വാഴയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വാഴയില ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മടക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ റാഗി മിക്സ് ഒന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കുക. നമ്മൾ നെയ്യ് ചേർത്തിട്ട് വഴറ്റിയെടുത്തുകൊണ്ട് തന്നെ ഒരുപാടൊന്നും കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനി അഥവാ ഒട്ടിപ്പിടിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കയ്യിലാക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റാഗിൻ്റെ ആ ഒരു മിക്സ് തണുത്ത് വന്ന ശേഷം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം തെളിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. അപ്പോഴേ നമുക്ക് നല്ല തിന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് വശത്തുനിന്ന് ജസ്റ്റ് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വാഴയിലയിൽ വെച്ച് പരത്തുന്ന സമയത്ത് വാഴയിലയിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരേ ലെവലിൽ നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ റോൾ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ഇലയുടെ ഒരു സൈഡ് വശത്തേക്ക് വെച്ചിട്ട് ഇലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇല നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അതായത് ഈ വാഴയില ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴുള്ളൂ ഇതുപോലെ മടക്കിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കുക. ഇപ്പോൾ അതാ ഞാനിവിടെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡും ഇതുപോലെ നാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഒന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് നമ്മൾ വാഴയിലയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ആ വാഴയിലയുടെ ഒരു ഫ്ലേവറും കൂടി കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്തും ഇതുപോലെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ചെടുത്തിട്ട് ഇതിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്ന പോലെ റോൾ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അട ഉണ്ടാക്കുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് വാഴയിലൊന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്നായിട്ട് കിട്ടും. ഇത് കാണാനൊരു ഭംഗി ഉണ്ടാവും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടൊക്കെ ഒന്ന് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അടുത്തത് നമ്മളിതാ ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. ഇപ്പോൾ അതാ ഞാനിവിടെ 2 ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം തന്നെ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് റോൾ ചെയ്യുന്ന സമയത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ആവി ഇങ്ങനെ വരുന്ന സമയത്ത് വേണം കേട്ടോ ഇത് വെച്ച് കൊടുക്കാനും. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. റാഗി അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായി കിട്ടിയതാണ് കേട്ടോ. ഇനി ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. വെറും 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ആവി കയറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോഴേക്കും ഈ ഒരു പലഹാരം സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ അതാ ഞാനിവിടെ മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെറും 10 മിനിറ്റ് മാത്രമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ലപോലെ തണുത്തതിൻ്റെ ശേഷം മാത്രം വേണം കേട്ടോ ഈ ഒരു വാഴയിലയിൽ നിന്ന് മാറ്റാൻ. ഇപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ വാഴയിലയിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ റാഗി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കാം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.